ഹായ്, നിങ്ങളുടെ സലൂണിൽ ഒരു കസ്റ്റമർ വന്നിട്ട് പറയാണ് അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അവർക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് മാനേജബിൾ ആവുന്ന രീതിയിൽ ഹെയറിന്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്ത് തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യപ്രകാരം നിങ്ങൾ അവർക്ക് സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ പെർമനന്റ് ബ്ലോഡറയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്തു. കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്ത ആ പ്രോഡക്റ്റിന്റെ കവറിൽ എപ്പോഴും നമ്മൾ കാണാറുണ്ട് നോർമൽ ഹെയർ, എക്സ്ട്രാ റെസിസ്റ്റന്റ് ഹെയർ എന്നൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് കാണാറുണ്ട് അല്ലെ. മിക്കവർക്കും അത് എന്തിനാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. അവര് എല്ലാ പ്രോഡക്റ്റും എല്ലാ ഹെയറിന് അവർ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ റെസിസ്റ്റന്റ് ഹെയർ, നോർമൽ ഹെയർ, എക്സ്ട്രാ റെസിസ്റ്റന്റ് ഹെയർ എന്നൊക്കെ ബ്രാൻഡിൽ എഴുതിയിരിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ എന്താണ്, അവരുടെ ഹെയർ വെർജിൻ ആണോ അല്ലെങ്കിൽ അവരുടെ ഹെയറിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഡാമേജ് ആയ ഹെയർ ആണോ അത് മനസ്സിലാക്കി നമ്മൾ ക്രീം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാൻഡിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇപ്പോ റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒന്നിനെ പ്രതിരോധിക്കാനുള്ളതിനെയാണ് നമ്മൾ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ റെസിസ്റ്റന്റ് ഹെയർ എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റിനകത്ത് റെസിസ്റ്റന്റ് ഹെയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ റെസിസ്റ്റന്റ് ഹെയർ എന്ന് എഴുതിയിരിക്കുന്ന ക്രീം ആർക്കാണ് സജസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഹെയറുകൾക്കാണ് സജസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഡാമേജ് ആയ ഹെയർ അല്ലെങ്കിൽ കളർ ചെയ്ത് ഭയങ്കര വീക്കായ ഹെയർ, ഫ്രിസിയായി മാനേജബിൾ ചെയ്യാൻ പറ്റാതെ ഡാമേജ് ആയിരിക്കുന്ന ഹെയറിൽ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള ഹെയർ, അത് വളരെ തിന്നായിട്ട് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഹെയർ തന്നെ എടുക്കുമ്പോൾ തന്നെ വളരെ ഫൈൻ ആയിട്ടിരിക്കുന്ന ഹെയർ കാണില്ലേ, അങ്ങനെയുള്ള ഹെയറുകൾക്കാണ് നമ്മൾ റെസിസ്റ്റന്റ് ക്രീം യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ അവരുടെ ഹെയറിന് ഇനി ഒരു എക്സ്ട്രാ റെസിസ്റ്റന്റ് ആവശ്യമില്ല, ഒരുപാട് അവരുടെ ഹെയറിനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്ക് ഇല്ല. കാരണം ഓൾറെഡി ഒന്ന് തൊട്ടാൽ മതി അത് വീക്കായി പോകും. അങ്ങനെ ഇരിക്കുന്ന ഹെയറുകളാണ്, അങ്ങനെയുള്ള ഹെയറിന് നമ്മൾ എപ്പോഴും റെസിസ്റ്റന്റ് ക്രീം യൂസ് ചെയ്താൽ മതി. നോർമൽ ഹെയറിന് അഥവാ നോർമൽ ഹെയർ എന്ന് പറയുന്നത് നല്ല വെർജിൻ ആയിട്ടുള്ള, ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ഭയങ്കര തിക്കായിട്ടുള്ള അല്ലെങ്കിൽ കേളി ആയിട്ടുള്ള, മാനേജ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള വെർജിൻ ഹെയറുകൾക്കാണ് നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റന്റ് ക്രീം യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ചില ഹെയറിൽ നമ്മൾ കളർ ചെയ്തിട്ടുണ്ടാവും, ബ്ലീച്ച് ഇടാതെ നമ്മൾ കളർ ചെയ്യും. ആ ഹെയറിന് കണ്ടിന്യൂസ് കളർ ചെയ്യാതെ വല്ലപ്പോഴും ഒക്കെയാണ് കളർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഹെയർ മിക്കതും സ്ട്രോങ് ആയിരിക്കും. കളർ ഫെയ്ഡായി പോയാലും അതിലൊരു ഹെൽത്തി ആയിരിക്കും. അങ്ങനെയുള്ള കളർ ചെയ്തിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഹെയറിന് നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റന്റ് യൂസ് ചെയ്യാം. കളർ ചെയ്ത് അത് ബ്ലീച്ച് ചെയ്തുകൊണ്ട് കളർ ചെയ്ത് അങ്ങനെ വീക്കായി പോയിട്ടുള്ള ഹെയറിന് നമുക്ക് റെസിസ്റ്റന്റ് ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.